ഈ സെക്കൻഡ് ഇയർ കുട്ടികൾ മാത്രമുള്ള ഈ ഒരു അവസരത്തിൽ 50 കുട്ടികൾ മിനിമം 10 തൈയെങ്കിലും കൊണ്ടുവന്ന് ഒരു 500 തൈകൾ ക്യാമ്പസിലും അതുപോലെ പരിസര പ്രദേശങ്ങളിലൊക്കെ വീടുകളിലൊക്കെ എത്തിക്കുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. കുഞ്ഞുങ്ങളെല്ലാം തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട്. NSSലെ കുട്ടികളല്ലാത്ത കുട്ടികളുടെ വീട്ടിലേക്ക് തൈകൾ കൊടുത്തയക്കുന്നതും ക്യാമ്പസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ ഈ തൈകൾ നട്ടു വളർത്തുകയും ചെയ്യുകയാണ്. ഈ ഒരു ചെറിയ ഉദ്യമത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ തൈ ഒന്ന് നട്ട് ഈ ഒരു സംരംഭം ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രസിഡന്റിനെയും അതുപോലെ അതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പ്രിൻസിപ്പളെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. മഗ്ഗുണ്ട് മോനെ ഇതൊന്ന് നനച്ച് മകളെ അതൊന്ന് ഇല്ല ആള് ലീവാ ആളെ കിട്ടില്ല. ഇതിന്റെ ഭാഗമായിട്ടാണ് ഡിസ്ട്രിക്ട് ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം ആചരിക്കുമ്പോൾ ഒരു വിമർശനം ഉണ്ടാവാറുണ്ട്. കേരളത്തിൽ ഇന്നത്തെ ദിവസം ബന്ധപ്പെട്ടുള്ള ശരിയുണ്ടെങ്കിൽ ആകെ പാടാവും ഒരു പലപ്പോഴും ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ദിനം കൂടി ഇല്ലെങ്കിൽ അതും കൂടി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. വിദ്യാലയങ്ങളിലൊക്കെ ഞാൻ ഒരു അരമണിക്കൂറുകൾ പുറത്തുള്ള സമയത്ത് അവിടെ നടന്ന പ്രസംഗവും അതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളും ഒക്കെ നമ്മുടെ കുട്ടികളിൽ മനസ്സിൽ പതിക്കുന്ന സന്ദേശങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ആ കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാവും. ഈ കോവിഡിനെ നടുമ്പോൾ പുറത്തുനിന്ന് ആളുകൾക്ക് കാണുമ്പോൾ പോലും ഭംഗിയുള്ള വെബ്സൈറ്റിൽ ബന്ധപ്പെട്ട എല്ലാ പപ്പായാണ്. മാർക്കറ്റിൻ്റെ 50 രൂപയിൽ മേലെയാണ് നമുക്ക് വില സൗകര്യം ചെയ്യുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് എഡ്യൂക്കേഷൻ ബ്ലോക്കിൽ നമ്മളിങ്ങനെ അങ്ങനെ വേണം പറഞ്ഞു. അത് നമ്മളെല്ലാ സ്കൂളിലും എത്തിച്ച് നൽകിയിട്ടുണ്ട്. ഉൾപ്പെടെ എല്ലാ സ്കൂളുകളിലും എത്തിച്ച് നൽകിയിട്ടുണ്ട്. കൃഷിഭവനാണ് നമുക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് നമ്മളത് വെക്കാൻ സാധിക്കുന്നത്. അങ്ങനെ എല്ലാവരെയും